ഇന്നതാ നമ്മൾ കുടുവിനെ കൃഷ്ണവേഷത്തിലൊക്കെ ഒരുക്കിയിട്ട് ഉണ്ണിയൂട്ടിനെ കൊണ്ടുപോവാണ്. തലേ ദിവസം വരെ ഇതേപോലെ ഒരുക്കാനുള്ള പ്ലാനിങ് അങ്ങ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. കാരണം ഒരുക്കാനുള്ള സാധന സാമഗ്രികളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഇന്നലെ രാത്രിയാണ് ഹരിയേട്ടൻ സാധനങ്ങളെല്ലാം വാങ്ങിക്കൊണ്ടു വന്നത്. ഈ ഉണ്ണിക്കണ്ണന്റെ വേഷത്തിൽ എന്റെ കുടുവിനെ കാണാനായിട്ട് എന്തോ ഒരു പ്രത്യേക ഭംഗി എനിക്ക് തോന്നുന്നു. നേരത്തെ ഉണ്ടല്ലോ എൻ്റെ വീടിൻ്റെ അവിടെയൊക്കെ സപ്താഹത്തിനൊക്കെ ഞാൻ ചെറുപ്പത്തിലല്ല എൻ്റെ കല്യാണം കഴിക്കുന്നതിന് മുന്നേയൊക്കെ പോകുമ്പോഴേക്കും ഇതേപോലെ കുഞ്ഞുങ്ങളെയൊക്കെ ഒരുക്കി കൊണ്ടുവന്ന് ഉണ്ണിയൂട്ടിന് ഇരുത്തണം കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് ഇതേപോലെ ഒരുക്കാനായിട്ടൊക്കെ. അന്നും എൻ്റെ അടുത്തുള്ള അനിയത്തിമാരെയൊക്കെ ഞാൻ ഒരുക്കി അമ്പലത്തിൽ കൊണ്ടുപോകുമായിരുന്നു. ഇന്നതാ ഇപ്പോൾ ഇത്രയും വലുതായി എനിക്കൊരു കുഞ്ഞുണ്ടായ കുഞ്ഞിനെ ഞാൻ ഇതേപോലെ ഒരുക്കി അമ്പലത്തിൽ കൊണ്ടുപോകുമ്പോൾ അത് ഉണ്ണിയൂട്ടിനായിട്ട് കൃഷ്ണവേഷത്തിൽ കൊണ്ടുപോകുമ്പോൾ എന്തോ ഒരു പ്രത്യേക എന്താ പറയുക ഒരു മനസ്സിന് വല്ലാത്തൊരു സന്തോഷം. അങ്ങനെ തന്നെ ഞങ്ങൾ അമ്പലത്തിൽ വന്നു. ഒത്തിരി കൃഷ്ണന്മാർ വന്നിട്ടുണ്ടായിരുന്നു. എന്ത് ഭംഗിയായിരുന്നു കാണാനായിട്ട്. അവിടെ ഇവിടെയൊക്കെ ഓടി നടക്കുന്നു. നല്ല രസമായിരുന്നു. ഡ്രസ്സൊക്കെ ഇട്ട് ഒരുക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഏട്ടത്തിനോട് പറയാറുണ്ട് എത്ര നേരം ഇതിങ്ങനെ തലയെ വെച്ച് പിടിപ്പിച്ചുകൊണ്ടിരിക്കുമെന്ന് നമുക്കറിയില്ല. കാരണം അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും വലിച്ചു പറിച്ചെടുക്കാനാണല്ലോ സാധ്യത. കുടുവിന് പിന്നെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ ഇങ്ങനെ വെച്ച് കെട്ടിയത് കൊണ്ട് ആൾക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഉണ്ണിയൂട്ടിന് ഇരുത്തി ഇലയും ചോറും മറ്റ് തേനും എല്ലാം വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഓർത്തില്ല കേട്ടോ ഇത് മൊത്തം വലിച്ചു വാരി കളയുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ചോറ് കൊടുത്തിട്ട് ഒരു ചോറേ കഴിച്ചുള്ളൂ. വെണ്ണ ഞാൻ ആദ്യം തന്നെ തൊട്ട് കൊടുത്തു. വെണ്ണയും തേനും കൂടി എന്താ തൊട്ട് കൊടുത്ത് കഴിഞ്ഞപ്പോഴേക്കും ആളത് തുപ്പി ദൂരെ കളഞ്ഞ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ചോറ് ഒരു വായ കഴിച്ചുള്ളൂ. രണ്ടുപേരും അത് തന്നെ ആമയും ഒന്നോ രണ്ടോ വായ ചോറ് കഴിച്ചുള്ളൂ. പിന്നെ അവിടെ അടുത്തിരുന്ന മിഠായി ലഡു ജിലേബി ഇതൊക്കെയാണ് ആൾക്കാർ കഴിച്ചോളൂ. പിന്നെ കുഞ്ഞുങ്ങൾ കഴിച്ചു കഴിഞ്ഞ് ഇന്ന് കളയാൻ പാടില്ല ബാക്കി. അപ്പം അമ്മമാർ കഴിച്ചോളാൻ പറഞ്ഞിട്ട് ഞങ്ങളുടെ ഇലയിൽ എല്ലാ സാധനങ്ങളും ഉണ്ട്. അതുകൊണ്ട് ഞങ്ങളതെല്ലാം കഴിച്ചു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കൃഷ്ണ തൊഴാൻ നിന്നിട്ട് ആ കുടുവിന് ഭയങ്കര സംശയമാണ് ആരാന്ന് കൃഷ്ണമൂപ്പരെ കണ്ടിട്ട് ആരാന്ന് ചോദിച്ചോണ്ട്. കൃഷ്ണവേഷത്തിൽ കെട്ടിയിട്ടുള്ള എല്ലാ കുഞ്ഞുമക്കളെയും കൊണ്ട് മഞ്ചാടിപ്പറ വരയ്ക്കണം എന്ന് യജ്ഞാചാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് ആ മഞ്ചാടിപ്പറ വരച്ചുകൊണ്ടിരിക്കുകയാണ്. കുടു ആദ്യമായിട്ടാണ് മഞ്ചാടിപ്പറ വരുന്നത്. പിന്നെ സപ്താഹം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ എനിക്ക് ഫോണിൽ എടുത്ത് വെച്ചതുകൊണ്ട് എനിക്ക് ഇടാതിരിക്കാൻ തോന്നിയില്ല. കാരണം എൻ്റെ അക്കൗണ്ടിൽ കിടക്കട്ടെ ആ ഒരു മനസ്സിലൊരു സന്തോഷം. കാരണം ഇപ്പം ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളാരും വിചാരിക്കണ്ട. കാരണം കഴിഞ്ഞതാണ് സപ്താഹം കഴിഞ്ഞിട്ട് 3-4 ദിവസമായി ഗൈസ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഉണ്ണിയൂട്ട് ഞങ്ങളുടെ വലിയവരുടെ ഊട്ടിന് വേണ്ടി ഇരിക്കുകയാണ്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കുറച്ച് സമയം ഇവിടെ ഇരിക്കണം. കഴിച്ചിട്ട് പോകാൻ പാടില്ലല്ലോ. എന്നാലും ഞങ്ങൾ പെട്ടെന്ന് തന്നെ പോവും. കാരണം അവൾമാർ രണ്ടുപേരും അലമ്പാണ്. അവിടെ ഇരുത്തിയിട്ട് ഇതൊക്കെ വലിച്ച് പറിച്ച് കളയാണ് മൊത്തം. രണ്ടുപേരെയും കൂടി കസേരയിലിരുത്തി പഴവും ഇതൊക്കെ കുറച്ച് കൊടുത്തു തന്നിട്ടും രക്ഷയില്ലാത്തവരെ രണ്ടുപേരും ഇറക്കി വിട്ട് കുറച്ച് സമയം അവിടെ കിടന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.